പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. 37-ാമത്തെ വാക്യം, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഈ വിധിയുമായി ബന്ധപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ്. ഓരോ ചുവടുവെപ്പും ഓരോ നിമിഷവും ഓരോ വിധി നടപ്പിലാക്കാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. യേശു നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിൻ്റെ വിധി, നീ നടത്തുന്ന വിധി ശ്രദ്ധിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ രക്ഷപ്പെടും. ജീവിതത്തിലെ ഏറ്റവും അവസാനത്ത് സംഭവിക്കുന്ന എന്താണ്? അന്ത്യവിധിയാണ്. അന്ത്യവിധിയിൽ രക്ഷ പ്രാപിക്കാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും പ്രത്യാശിക്കുന്നതും. ദൈവം അവസാനത്തെ സമയത്ത്, അന്ത്യവിധിയുടെ സമയത്ത് എന്നോട് കരുണ കാണിക്കണം. കാരണം എനിക്കൊരുപാട് കുറവുകളുണ്ടായിരുന്നു ജീവിതത്തിൽ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം എന്നോട് കരുണ കാണിക്കണം അന്ത്യവിധിയിൽ. അങ്ങനെ ആഗ്രഹിക്കാത്തവർ ആരും തന്നെയില്ല. ദൈവം തൻ്റെ മണവറയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ അന്ത്യവിധിയിൽ കരുണയോടെ വിധിക്കപ്പെടാൻ, അല്ലെങ്കിൽ അന്ത്യവിധിയിൽ വിധിക്കപ്പെടാതിരിക്കാൻ കർത്താവ് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? നീ ജീവിക്കുന്ന അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് അവസരം നിനക്ക് ലഭിക്കുമ്പോൾ ആ വിധി മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ നീ കരുണയോടെയാണ് ഓരോ അവസരങ്ങളിലും വിധി പ്രഖ്യാപിക്കുന്നതെങ്കിൽ നീ കരുണയോടെ വിധിക്കപ്പെടും. മറിച്ച് വിധി എന്ന് പറയുന്നത് തന്നെ നീ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നെങ്കിൽ നീ വിധിക്കപ്പെടുകയില്ല. നമുക്കൊരു അന്ത്യവിധി ദൈവം നമ്മിൽ നിന്ന് മാറ്റിവെക്കുന്നെങ്കിൽ അതുപോലൊരു വലിയ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനായിട്ട് ഇല്ല. അത്രമാത്രം ഒരു ബ്ലെസ്സിങ്ങാണ് വിധിക്കപ്പെടാതെ ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ വിധിക്കപ്പെടാതെ ജീവിക്കണമെങ്കിൽ നാമും വിധിക്കാതെ ജീവിക്കേണ്ടതുണ്ട്. കർത്താവ് നമ്മോട് എത്രമാത്രം കരുണയോടെ വർത്തിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ മേൽ എത്രമാത്രം കരുണ കാണിക്കുന്നുണ്ട്. നമ്മൾ എത്ര ഇടറിപ്പോയാലും കർത്താവ് വീണ്ടും നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന മനുഷ്യർ, നമ്മോട് തെറ്റ് ചെയ്യുന്ന മനുഷ്യർ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരെ മനസ്സിലാക്കാനും അവരെ വിധിക്കാതെ അവരെ ചേർത്ത് പിടിക്കാനും സാധിച്ചാൽ നമ്മുടെ ജീവിതവും ഒരു കൃപയുള്ള, അനുഗ്രഹമുള്ള ജീവിതമാകും. ഒരിക്കൽ ഒരു മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ആത്മാവ് സംഭവിക്കപ്പെടുകയാണ്. സ്വർഗത്തിൻ്റെ കവാടത്ത് അദ്ദേഹം ഇങ്ങനെ നിർത്തപ്പെട്ടു. മാലാഖമാർ വന്ന് വിചാരണ ആരംഭിച്ചു. ജീവൻ്റെ പുസ്തകം തുറന്നു നോക്കുകയാണ്. അവിടെ ഒത്തിരി നല്ല കാര്യങ്ങളൊന്നും സ്വർഗത്തിലേക്ക് കയറി വരാനായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളതായി കാണപ്പെടുന്നില്ല. അദ്ദേഹത്തോട് മാലാഖമാർ ചോദിച്ചു, നിൻ്റെ സുഹൃത ജീവിതമൊന്നും ഈ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് കാരണമാകുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടത്? ഇവിടെ വരെ നീ എങ്ങനെയാണ് എത്തിയത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനാണ്. എൻ്റെ കടയിൽ പല മനുഷ്യരും വരും. പലചരക്ക് വ്യാപാരമാണ് ഞാൻ നടത്തിയിരുന്നത്.
ചില മനുഷ്യരൊക്കെ ഞാൻ എന്തെങ്കിലും സാധനം എടുക്കാനായിട്ട് തിരിയുമ്പോൾ കടയുടെ മുൻപിലിരിക്കുന്ന പലതും എടുത്തു മാറ്റി അവർ സഞ്ചിയിലിട്ടിട്ടുണ്ട്. ചിലർ ബോധപൂർവം എടുക്കാത്ത നാണയങ്ങൾ കൊണ്ടുവന്ന് തന്ന്, പൊട്ട നാണയങ്ങൾ തന്ന് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ചിലർ പിന്നീട് തരാം എന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ പല അവസരങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരോടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല, ഇവരോടൊന്നും ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല, ഇവരെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഇവരെ ഒന്നും ഞാൻ വിധിച്ചിട്ടുമില്ല. കാരണം എനിക്കറിയാമായിരുന്നു അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകും എന്ന്. പെട്ടെന്ന് മാലാഖമാർ പറഞ്ഞു, ഭൂമിയിൽ ആരെയും വിധിക്കാതെ ജീവിച്ച നിന്നെ ഞങ്ങൾക്കെങ്ങനെയാണ് വിധിക്കാനാവുക? സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് നീ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലും. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനം വായിക്കുമ്പോഴും അതുതന്നെയാണ് കർത്താവ് പറയുന്നത്. വിധിക്കരുത്, എന്നാൽ നീയും വിധിക്കപ്പെടുകയില്ല. നമുക്ക് ഏറ്റവും പ്രലോഭനമുള്ളത് പെട്ടെന്ന് വിധിക്കാനാണ്. പക്ഷേ ആ വിധിയെ ഒന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഇപ്പോൾ വേണ്ട, പിന്നീടാവട്ടെ. കോടതികളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ വിധി പറയാൻ വേണ്ടിയാണ്. ഏറ്റവും ഒടുവിലാണ് എത്രയോ പ്രാവശ്യം മാറ്റിവെച്ച് എത്രയോ വിചാരണ ചെയ്താണ് അവസാനം ഈ വിധിയിലേക്ക് വരുന്നത്. ആ ഒരു സ്ലോ ഡൗണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് നടത്താം. എന്തെങ്കിലും കണ്ടാൽ ഉടനെ വിധിക്കാതിരിക്കാം, എന്തെങ്കിലും കേട്ടാൽ അതനുസരിച്ച് വിധിക്കാതിരിക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അത് ദീർഘനാളത്തെ ഒരു പ്രോസസ്സിന് ശേഷം ആകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. പെട്ടെന്ന് ഒന്നിനെ വിധിക്കാതിരിക്കാം. കഴിയുമെങ്കിൽ വിധി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നാമും വിധിക്കപ്പെടുകയില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.